മൂവാറ്റൂരിലെ SI ആയ KP സിദ്ദിഖിനെ DIG സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തത് മൂവാറ്റൂരിലെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തതിന്. ഈ KP സിദ്ദിഖ് ചെയ്ത കുറ്റം എന്താണെന്ന് അറിയാമോ? മൂവാറ്റൂരിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ തന്നെക്കാൾ പ്രോട്ടോകോളിൽ ഒരുപാട് മുമ്പിൽ നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയുടെ ആവശ്യത്തിന് മുൻപിൽ വഴങ്ങിക്കൊടുത്തു. MC റോഡിൽ മൂവാറ്റൂരിലൂടെ കഴിഞ്ഞ 4-5 മാസത്തിനിടയിൽ യാത്ര ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം എത്രമാത്രം ദുരിതമാണ് അനുഭവിക്കേണ്ടതെന്ന്. MC റോഡിന്റെ പണി കഴിഞ്ഞ 5 മാസമായി നടക്കുന്നതുകൊണ്ട് പ്രധാനപ്പെട്ട വഴികളെല്ലാം അടച്ചുവെച്ചിരിക്കുന്നു. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടന്റെ നേതൃത്വത്തിൽ പല നടപടിക്രമങ്ങളും ചെയ്തതുകൊണ്ടാണ് ഒരു വിധത്തിൽ മൂവാറ്റുപുഴ മുമ്പോട്ട് പോയത്. ഈ കാലഘട്ടത്തിൽ മുഴുവൻ മൂവാറ്റുപുഴയെ സംരക്ഷിച്ചതും പരമാവധി ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കിയതും KP സിദ്ദിഖ് പറയുന്ന ട്രാഫിക് SI ആയിരുന്നു. അദ്ദേഹം 24 മണിക്കൂറും പണിയെടുക്കാൻ മനസ്സുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്ന് കൂടെ ജോലി ചെയ്ത ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. പരമാവധി ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ജനങ്ങൾക്കൊപ്പം രാവും പകലും പണിയെടുത്ത് കഴിഞ്ഞ 5-6 മാസം മൂവാറ്റുപുഴയിലെ ട്രാഫിക് ബ്ലോക്ക് ഒരു വിധത്തിൽ മാനേജ് ചെയ്തിരുന്നത് ഈ സിദ്ദിഖ് എന്ന ഓഫീസറായിരുന്നു. തന്നെ ഏൽപ്പിക്കുന്ന ഏത് ജോലിയും ഒരു പരാതിയുമില്ലാതെ വൃത്തിയായി ചെയ്തതിന്റെ പേരിൽ മേലുദ്യോഗസ്ഥന്മാർ എപ്പോഴും അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടുന്ന ഉദ്യോഗസ്ഥനാണ് സിദ്ദിഖ്. തന്റെ കീഴുദ്യോഗസ്ഥന്മാരോടും മര്യാദയുടെ വാക്കല്ലാതെ സിദ്ദിഖ് ഒരിക്കലും സംസാരിച്ചിട്ടില്ല. MC റോഡിന്റെ ടാറിംഗ് പൂർത്തിയായി. വേണമെങ്കിൽ വാഹനങ്ങൾക്ക് പോകാവുന്ന സാഹചര്യമായി. എന്നാൽ മിനുക്ക് പണികൾ കൂടി ബാക്കിയുണ്ട്. മാത്രമല്ല ഔദ്യോഗികമായ ഉദ്ഘാടന തീയതി തീരുമാനിച്ചിട്ടില്ല. എന്നാൽ അതുവരെ ജനങ്ങൾ സഹിക്കേണ്ടതില്ല എന്ന് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയും സ്ഥലം MLAയും തീരുമാനിക്കുന്നു. മുനിസിപ്പാലിറ്റി ചെയർമാനും സ്ഥലം MLAയും മറ്റു ജനപ്രതിനിധികളും ചേർന്ന് ഈ വഴി തുറന്നു കൊടുക്കാൻ തീരുമാനിക്കുന്നു. റോഡിൽ ഒരു പരിപാടി ഉണ്ടാവുമ്പോൾ ട്രാഫിക് തടസ്സമുണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ട്രാഫിക് SI സ്ഥലത്തെത്തുന്നു. ട്രാഫിക് SIക്ക് ഇത് നിരോധിക്കാനോ അവരോട് നോ പറയാനുള്ള അവകാശമില്ല. ട്രാഫിക് SI ട്രാഫിക് നിയന്ത്രിക്കാൻ വേണ്ടി പരിസരത്ത് നിൽക്കുന്നു. റോഡ് തുറന്നു കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടന്റെ ശ്രദ്ധയിൽ SIയെ കാണുന്നത്. SI കഴിഞ്ഞ 5-6 മാസം ഈ നാടിന് ചെയ്ത സേവനം നന്നായി അറിയാവുന്നതുകൊണ്ട് SIയെ സ്ഥലത്തേക്ക് വിളിക്കുകയാണ് മാത്യു കുഴൽനാടൻ. SI വിസമ്മതിച്ചു. പക്ഷേ MLA മുനിസിപ്പൽ ചെയർമാനും നിർബന്ധിച്ച് SIയെ അവിടേക്ക് കൊണ്ടുവന്ന് നാടമുറപ്പിച്ചു. ഏത് മേലുദ്യോഗസ്ഥൻ പറഞ്ഞാലും അതുപോലെ അനുസരിക്കേണ്ട ബാധ്യത ഉള്ളതുപോലെ തന്നെ അവരെക്കാൾ മുകളിലുള്ള ഒരു ജനപ്രതിനിധി പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ വിസമ്മതിച്ചുകൊണ്ടാണ് സിദ്ദിഖ് നാടമുറിച്ചത്. മാത്യു കുഴൽനാടൻ ചെയ്തത് നാട്ടുകാർക്ക് വേണ്ടിയാണ്. SI അവിടെ ചെന്നത് നാട്ടുകാർക്ക് പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാനാണ്. MLA പറഞ്ഞപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നാടമുറിച്ചു. ഈ സംഭവം പാർട്ടിക്ക് കിട്ടേണ്ട മൈലേജ് നഷ്ടപ്പെടുത്തുമോ എന്ന് ഭയന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ധൃതി പിടിച്ച് നല്ലവനായ ഉദ്യോഗസ്ഥനെ മേലുദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പോലീസിന്റെ അവസ്ഥ. നല്ലത് ചെയ്യുന്നവൻ പുറത്തായിരിക്കും, തിന്മ ചെയ്യുന്നവൻ IPS വരെ കിട്ടി റിട്ടയർ ചെയ്യാൻ കഴിയും.